നമുക്ക് പാർലമെന്റിലേക്ക് പോകാം. പാർലമെന്റിൽ വലിയ ബഹളം നടക്കുന്നു. ലോക്സഭ 12 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. രാജ്യസഭയിലും പ്രതിപക്ഷ പ്രതിഷേധമാണ്. ഇന്ത്യ അമേരിക്ക കരാറിന്റെ വിശദാംശങ്ങൾ അറിയിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം രംഗത്തിറങ്ങിയിരിക്കുന്നത്. राजस्व ग्राम घोषित न होने के कारण इन क्षेत्रों के नागरिकों को अनेक समस्याओं का सामना करना पड़ रहा है। भूमि स्वामित्व से संबंधित प्रमाण पत्र प्राप्त नहीं हो पा रहे हैं। प्रधानमंत्री आवास योजना, किसान सम्मान निधि, सामाजिक सुरक्षा, पेंशन जैसे केंद्र एवं राज्य सरकार की योजनाओं का लाभ पूर्ण रूप से नहीं मिल पा रहा है। विकास कार्यों में अनावश्यक प्रशासनिक बाधाएं उत्पन्न हो रही हैं। ലോക്സഭ നിർത്തിവെച്ചിരിക്കുന്നു. ഈ കരാറിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണോ പ്രതിപക്ഷം? അക്കാര്യത്തിൽ ഒരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലേ? പ്രധാനമന്ത്രി പറയുമോ? ദിവേഷ്, ഇപ്പോൾ 12 മണി വരെ ലോക്സഭ നിർത്തിവെച്ചിരിക്കുന്നു. പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിച്ച പശ്ചാത്തലത്തിലാണ് സഭ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. വ്യാപാര കരാറിൽ വ്യക്തത വേണം എന്നുള്ളതാണ് പ്രധാന ആവശ്യം. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ കഴിയാത്ത വിഷയവും ഇപ്പോൾ വലിയ തോതിൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അതിന് പുറമെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാർ പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് കവാടത്തിൽ ഇപ്പോൾ ധർണ നടത്തുകയാണ്. പ്രധാനമന്ത്രി രാജ്യത്തെ ഒറ്റുകൊടുത്തു എന്നുള്ളതാണ് പ്രധാന മുദ്രാവാക്യം. ട്രംപ് മോദി ഭയക്കുന്നു എന്ന സസ്പെൻഡ് ചെയ്യപ്പെട്ട 8 എംപിമാരും, അതായത് 7 കോൺഗ്രസ് എംപിമാർ, ഒരു CPM MP എന്നിവരാണ് ഇപ്പോൾ ധർണ നടത്തുന്നത്. നേരത്തെ സഭ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മറ്റ് എംപിമാർ, പ്രതിപക്ഷ എംപിമാർ, ഇവരെ എല്ലാവരെയും വന്ന് കാണുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെയാണ് സഭയുടെ മേശപ്പുറത്ത് കയറിയതിനും കീറിയെറിഞ്ഞും പ്രതിഷേധിച്ചതിന് 8 എംപിമാർക്കെതിരെ നടപടിയെടുത്തത്. ഇതിൽ ഈഡനും ഡീൻ കുര്യാക്കോസും ഉൾപ്പെടുന്നുണ്ട്. എംപിമാരാണ്. ഒരു CPM MP സു വെങ്കടേഷനും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരെ ഈ സമ്മേളനത്തിന്റെ കാലയളവിലേക്കാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. വലിയ പ്രതിപക്ഷ പ്രതിഷേധം തന്നെയാണ് ഇന്നും പാർലമെന്റ് ഇരു സഭകളിലും കണ്ടത്. ലോക്സഭ 12 മണി വരെ നിർത്തിവെച്ചിരിക്കുന്നു.